മൈസൂരിൽ നിന്നും കൊടുവള്ളിയിലേക്ക് കടത്തുകയായിരുന്ന 68 ലക്ഷം രൂപ താമരശ്ശേരി ചുരത്തിൽ വെച്ച് കവർച്ച ചെയ്യപ്പെട്ടത് കഴിഞ്ഞ വർഷം അവസാനമാണ്. കവർച്ചാ സംഘത്തിലെ മുഖ്യ സൂത്രധാരനാണ് ഇപ്പോൾ പിടിയിലായ എറണാകുളം കോട്ടപ്പടി തെക്കേടത്തു വീട്ടിൽ ജിജോ സാജു. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. മൈസൂരിൽ താമസിക്കുന്ന മഹാരാഷ്ട്ര സ്വദേശി വിശാൽ ഭഗത് മഡ്കരിയാണ് പണം കടത്തിക്കൊണ്ടുവന്നത്. എന്നാൽ പണം ചുരമിറങ്ങി വരുന്നെന്ന് മനസ്സിലാക്കിയ മറ്റൊരു സംഘം കവർച്ചയ്ക്ക് പദ്ധതിയിട്ടു. 2 കാറുകളിലായി എത്തിയ 8-അംഗ സംഘം ഭട്കരിയുടെ കാർ തടഞ്ഞു. അയാളെ ആക്രമിച്ച് അവശനാക്കിയ ശേഷം 68 ലക്ഷവുമായി കടന്നു. എറണാകുളം ചെട്ടിക്കാട് സ്വദേശി തോമസ്, തൃശൂർ സ്വദേശി ഷാമോൻ, താമരശ്ശേരി മുട്ടുകടവിൽ സുബീഷ്, കണ്ണൂർ ഇരിട്ടി സ്വദേശി അജിത്ത്, കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശി മഹറൂഫ്, തൃശൂർ പാലിയേക്കര സ്വദേശി ജിനേഷ്, തൃശൂർ മാള സ്വദേശി സിജിൽ എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ജിജോ സാജു കൂടി അറസ്റ്റിലായതോടെ കേസിലെ മുഴുവൻ പ്രതികളും പിടിയിലായി. എങ്കിലും കൃത്യത്തിൽ നേരിട്ടല്ലാതെ പങ്കുള്ളവരെ പറ്റി ഇപ്പോഴും അന്വേഷണം നടക്കുന്നുണ്ട്. അതേസമയം 68 ലക്ഷം രൂപ കാറിലെത്തിച്ചത് സ്വർണം വാങ്ങാനെന്നാണ് പരാതിക്കാരൻ പറഞ്ഞത്. അതിലും ഒരു ദുരൂഹതയുണ്ട്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.